ഓക്കെ, നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് മോസിലെ പ്രോബ്ലംസ് ആണ്. അപ്പം വോളിയോമെട്രിക് സ്ട്രെയിൻ ഓഫ് ബാറിലെ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. ഇതാണ് അതിലെ ഇക്വേഷൻ ബൈ ഹാർട്ട് ആക്കുക. ഓക്കെ, പ്രോബ്ലത്തിലോട്ട് മൂവ് ചെയ്യുവാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ സ്റ്റീൽ ബാർ 300 mm long, 50 mm wide and 400 mm thick is subjected to a pull of 300 kN in the direction of its length. Determine the change in volume. ചേഞ്ച് ഇൻ വോളിയം ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ഈ തന്നിട്ടുണ്ട്, മ്യൂ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളതെന്ന് പറയുന്നത് ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത് തന്നിട്ടുണ്ട്, തിക്നെസ് തന്നിട്ടുണ്ട്, ലോഡ് തന്നിട്ടുണ്ട്. ഇത്ര കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണ്. ഇതാണ് വോളിയം കണ്ടുപിടിക്കേണ്ട, ചേഞ്ച് ഇൻ വോളിയം കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്കറിയാം, നമുക്ക് ഡെൽറ്റ വി അറിയത്തില്ല, വി അറിയത്തില്ല, ഇത് രണ്ടും അറിയത്തില്ല. ഇത് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അപ്പോഴത്തേക്കും ഇതാണ് ഇക്വേഷൻ, വി ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്ത്. അപ്പം ഇത് ചെയ്യുമ്പോഴത്തേക്കും ഡി എന്ന് പറയുന്നത് തിക്നെസ് ആണ് ഇവിടെ. അത് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ. അത് നമ്മൾ തന്നിട്ടുള്ള വാല്യൂ എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. അത് ഇൻറ്റു 10⁻³ ആക്കുക. MM ഇവിടെ തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് പിന്നെ സ്ട്രെസ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ലോഡ് ബൈ ഏരിയ ആണ്. അതും അതുപോലെ നമ്മൾ ചെയ്യുക. എന്നിട്ട് അടുത്തത് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്, ലോഡ് ബൈ ഇ ആണ് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അത് നമുക്ക് തന്നിട്ടുണ്ട്, അതും കാൽക്കുലേറ്റ് ചെയ്യുക. ഇനി ചേഞ്ച് ഇൻ ലെങ്ത് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്കും ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇൻറ്റു ലെങ്ത് ആണ്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇൻറ്റു ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ചേഞ്ച് ഇൻ വോളിയം ആണ്. അതെന്ന് പറയുന്നത് നമുക്ക് അറിയാം, ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം ഇക്വേഷനിലെ ലിസ്റ്റിൽ നമ്മൾ പറയുന്നുണ്ട്. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ആദ്യം കാണിച്ച ആ ഇക്വേഷനിലോട്ട് നമ്മൾ എത്തിക്കുകയാണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പം ഞാനിവിടെ എഴുതിയിട്ടുണ്ട് മനസ്സിലാവാൻ വേണ്ടി. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടും, ചേഞ്ച് ഇൻ വോളിയം നമുക്ക് കിട്ടും.